2026 ജൂലൈ 17 പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ. 1. കേരള +1 പരീക്ഷാഫലം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ +1 പൊതുപരീക്ഷാ ഫലം ഇന്ന് ജൂലൈ 17 പ്രഖ്യാപിക്കും. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളായ കേരള ഹെർസനിക് എന്നിവയിലും സഫലം മൊബൈൽ ആപ്പ് വഴിയും ലഭ്യമാകും. ഫലം പരിശോധിക്കുന്നതിനായി വിദ്യാർത്ഥികൾ തങ്ങളുടെ രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയും കരുതേണ്ടതാണ്. 2. കേരള കാമ്പസ് ഡൈവേഴ്സിറ്റി മിഷൻ കേരള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനായി സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കേരള കാമ്പസ് ഡൈവേഴ്സിറ്റി മിഷൻ എന്ന പേരിൽ പ്രത്യേക ഏജൻസി രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി ഓരോ സംസ്ഥാനത്തുനിന്നുമുള്ള 2 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും പ്രതിമാസ സ്റ്റൈപ്പൻഡും നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 3. നീറ്റ് MBS 2026 തിരുത്തലുകൾ വരുത്താനുള്ള അവസാന തീയതി. കേരളത്തിലെ നീറ്റ് MBS 2026 പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപേക്ഷകളിലെ പിഴവുകൾ തിരുത്തുന്നതിനുള്ള സമയപരിധി ഇന്ന് ജൂലൈ 17 അവസാനിക്കും. അപേക്ഷകർക്ക് കേരള എന്ന വെബ്സൈറ്റ് വഴി അവസാനമായി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. പിഴവുകൾ തിരുത്താത്ത അപേക്ഷകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 4. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച PSC പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല. നിങ്ങളുടെ ജില്ലയിലെ കൃത്യമായ വിവരങ്ങൾക്കായി അതത് ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കുക. 5. രാഹുൽ ഗാന്ധിയുടെ വിദ്യാർത്ഥി സംവാദം. വിദ്യാഭ്യാസ സംവിധാനത്തിലെ പോരായ്മകൾ ചർച്ച ചെയ്യുന്നതിനായി രാഹുൽ ഗാന്ധി നടത്തുന്ന സംവാദ പരിപാടി ഇന്ന് ഡെറാഡൂണിൽ നടക്കും. രാജസ്ഥാനിലെ കോട്ടയിൽ നടന്ന പരിപാടിയുടെ തുടർച്ചയായാണിത്.